വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3 മണിക്കൂർ. നിയമാവർത്തന പുസ്തകം 6 അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നലത്തെ വായന തന്നെയാണ് നമ്മളെന്നും തുടരുക. കാരണം ഇന്നലത്തെ വായനയിലെ കുടുംബജീവിത മിഥ്യയായിട്ടുള്ള വിഷയങ്ങൾ ധാരാളമായിട്ടുള്ളതുകൊണ്ട് അല്പം കൂടി വേറിട്ട് ചിന്തിക്കാൻ വേണ്ടി ഇന്ന് അതേ ഭാഗം വായിച്ചുകൊണ്ട് നമ്മൾ തുടരുകയാണ്. ഇസ്രായേലേ കേൾക്കുക, നമ്മളുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗ്രതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീട്ടിലെ കട്ടള കാലിന്മേലും പടിവാതിക്കൽമേലും എഴുതണം. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ഇന്ന് എടുക്കാനിരിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുക എന്നതാണ്. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കണമെങ്കിൽ നമ്മളുടെ ചിന്തകളിലും മനോഭാവങ്ങളിലും മാറ്റം വന്ന് പൂർണ്ണമായൊരു സമർപ്പണത്തിലേക്ക് നമ്മൾ എത്തിയാലേ നമുക്ക് അത് സാധ്യമാകുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ ബലിയർപ്പണത്തിൽ ചെന്ന് ദേവാലയത്തിൽ പൂർണ്ണമായും സമർപ്പിച്ച് നിൽക്കുമ്പം പോലും ഭൗതിക ചിന്തകൾ നമ്മളെ അവിടെ നിന്ന് വേറിട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമുക്കറിയാം. ലോകചിന്തകളിലെ, വീട്ടിലെ കാര്യങ്ങളിലെ, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക സ്വാഭാവികമാണ്. വീണ്ടും നമ്മൾ തിരിച്ചു വന്ന് ബലിയർപ്പണത്തിൽ പങ്കുചേർന്നെന്ന് വരാം. അവിടെയൊക്കെ പ്രിയമുള്ളവരെ, നമ്മൾ അല്പം കൂടി ഗൗരവമായിട്ട് എടുക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഈ ഈശോയുടെ അടുത്ത് 5 അപ്പവും 2 മീനും ഉള്ള ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന് തനിക്കുള്ളത് മുഴുവൻ ഈശോയുടെ മുമ്പിൽ കാഴ്ചവെക്കുക. ഇതിൽ നിന്ന് 4 എണ്ണം ഞാൻ തരാം, 1 എണ്ണം ഞാൻ എടുത്തോട്ടെ എന്നല്ല അവൻ ചോദിച്ചേ. അവൻ്റെ കയ്യിലുള്ളത് മുഴുവൻ അവൻ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അത് 5000 പേർക്കായി വളർത്തി അവനും ബാക്കിയുള്ളവർക്കും വയറ് നിറയെ കഴിക്കാനും മീതി വരാനും ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ കൊടുക്കൽ, പൂർണ്ണതയോടെ കൂടെയുള്ള കൊടുക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ശരിയായ പരിശ്രമം, പൂർണ്ണമായ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തപ്പാനോസിനെ കാണാം. എസ്തപ്പാനോസ് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചിട്ട് അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം, അവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പം അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അവന് വേറെ ഒന്നും നോക്കാനില്ല. ആ എറിഞ്ഞ കല്ലുകളിലേക്കല്ല അവൻ നോക്കിയത്, അവൻ സ്വർഗത്തിലേക്ക് നോക്കി. പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ ഒരു അടയാളമാണ്. സ്വർഗത്തിലേക്ക് നോക്കിയപ്പം അവൻ കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും, പിതാവായ സ്വർഗത്തിൽ ഈശോ എഴുന്നേറ്റ് നിൽക്കുന്നതും അവൻ കണ്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിലും നമ്മുടെ മറ്റെല്ലാ പഠനങ്ങളിലും പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്ന ഈശോയെ നാം പഠിക്കുന്നതും കാണുന്നതും വിശ്വസിക്കുന്നതും. എന്നാൽ എസ്തപ്പാനോസ് പറയുന്നു അവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടുവെന്നാണ്. തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ സഹനങ്ങളിൽ അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരു ദൈവത്തെ നമുക്കവിടെ കാണാം. അവൻ്റെ സഹനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവം, അവനെ സ്വീകരിക്കുവാൻ, അവനെ ഉൾക്കൊള്ളുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദൈവം. ഈ ദൈവം, ആ ദൈവമാണ് നമ്മളോട് പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കാൻ. മറ്റൊന്ന് നമുക്ക് കാണാം, വിധവയായ ഒരു സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ തന്നെ അവൾ ഭണ്ഡാരത്തിൽ കാഴ്ചയിടുന്നതാണ്. അവൾക്കുള്ളത് മുഴുവൻ അവൾ കാഴ്ചയിട്ടു. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഈ തിരുവചനങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പം നമ്മുടെ ജീവിതത്തിലെ പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണെന്ന് ചിന്തിക്കുവാനും പൂർണ്ണമായ സമർപ്പണത്തോടെ ഈശോയുടെ മുമ്പിൽ ആയിരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ ആ വലിയ ശക്തി നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും കുടുംബാംഗങ്ങളിലും പകർന്നു കൊടുക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.